ഏപ്രിൽ 25. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാകുവാൻ വിശുദ്ധ മർക്കോസിന് അവസരം ലഭിച്ചില്ല എന്ന് വരികിലും യേശുവിൻ്റെ സുവിശേഷം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് അവസരം ലഭിച്ചവനാണ് വിശുദ്ധ മർക്കോസ്. അദ്ദേഹം അഹറോൻ ഗോത്രത്തിലും വംശത്തിലും പെട്ട ഒരു യഹൂദനായിരുന്നു എന്നാണ് സഭാപാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫലസ്തീനയിലായിരുന്നു അദ്ദേഹം തന്റെ മാതാവിനോടൊത്ത് താമസിച്ചിരുന്നത് എന്നും പാരമ്പര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. മർക്കോസ് യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു യുവാവാണെന്ന് സുവിശേഷ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് വരുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ യേശുവിന്റെ പ്രാർത്ഥനാ അനുഭവത്തിനോടുകൂടെ യഹൂദന്മാർ യേശുവിനെ ബന്ധിച്ച അവസരത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ട് യേശുവിനെ വിട്ടുപോയ ആ സന്ദർഭത്തിൽ ഒരു യുവാവ് മാത്രം അവിടെ അവശേഷിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ യുവാവിനെയും അവര് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ദേഹത്ത് ആകെ ഉണ്ടായിരുന്ന പുതപ്പ് വലിച്ചെറിഞ്ഞ് ആ യുവാവ് രക്ഷപ്പെട്ടു എന്നും സുവിശേഷങ്ങളിൽ നമുക്ക് കാണുന്നു. ഈ സംഭവം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വിശുദ്ധ മർക്കോസാണ്. തന്നെ പറ്റി തന്നെയാണ് ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്നാണ് നാം ന്യായമായിട്ട് അനുമാനിക്കേണ്ടത്. യേശുവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങള് മർക്കോസിനെ സ്വാധീനിക്കാൻ ഇടവന്നിരുന്നു എന്ന് വരികിലും യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ സഹവാസം കൊണ്ടും പരിശ്രമം കൊണ്ടുമാണ് മർക്കോസ് യേശു ശിഷ്യനായിട്ട് തീരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ യേശുവിന്റെ ഒരു ശിഷ്യനായിട്ട് തീർന്ന മർക്കോസ് പൗലോസിന്റെയും ബർണബാസിന്റെയും പ്രേക്ഷിത യാത്രകളിൽ ചിലത് അനുധാവനം ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ സമയവും മർക്കോസ് ചെലവഴിച്ചത് വിശുദ്ധ പത്രോസിന്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്ന രീതിയിലായിരുന്നു മർക്കോസ് ജീവിക്കാനിട വന്നത്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ തന്നെ മർക്കോസിനെ പ്രിയപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. വിശുദ്ധ പത്രോസിന്റെ പ്രഭാഷണങ്ങൾ റോമൻ ജനതയ്ക്ക് ലഭ്യമാക്കാൻ ഇടവരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനസ്വരം ഉയർന്നപ്പോൾ ആ ദൗത്യം മർക്കോസിനെ ഏൽപ്പിക്കാൻ ഇടവന്നു എന്നാണ് സഭാപാരമ്പര്യം. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം വിശുദ്ധ പത്രോസിന്റെ പ്രഭാഷണങ്ങളുടെ സംഗ്രഹമാണ്. പത്രോസിന്റെ പ്രഭാഷണത്തിൽ നിന്നുള്ള യേശുവിന്റെ പഠനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്ന ബലവത്തായിട്ടുള്ള ഒരു പാരമ്പര്യം സഭയിലുണ്ട്. മർക്കോസിന്റെ ഭവനം ഇന്നും ഫലസ്തീനയിലെ നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കൽ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കാൻ ഇടവന്നത് ഈ ഭവനത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ ഇടവരുന്നത്. അതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഈ മാളിക തന്നെയാണ് യേശുക്രിസ്തു ഒടുക്കത്തെ അത്താഴ വിരുന്ന് സജ്ജീകരിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ യാത്രയയക്കുന്നത്. ഈ മാളികയുടെ 2-ാം നിലയിലാണ് അന്ത്യ അത്താഴ വിരുന്ന് നടന്നതെന്നുമാണ് സഭാപാരമ്പര്യം. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും വിശുദ്ധ നാട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ഒഴിവാക്കാതെ സന്ദർശിക്കാൻ ഇടവരുന്ന ഒരു സ്ഥലമാണ് ഫലസ്തീനയിലുള്ള വിശുദ്ധ മർക്കോസിന്റെ ഭവനം. ഒരു 2-നില മാളികയാണത്. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഇന്നും വിശുദ്ധ നാട്ടിൽ മർക്കോസിനെ പറ്റി നിലകൊള്ളുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലാണ് യേശു ഭൂതങ്ങളെയും പിശാചിനെയും ഒഴിപ്പിക്കുന്ന പ്രക്രിയ, അതിൽ നിന്ന് വിമുക്തി, ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന പ്രക്രിയ കൂടുതലായിട്ട് പരാമർശവിധേയമാകുന്നത്. അതൊരു പക്ഷേ അന്നത്തെ സാമാന്യ ജനങ്ങളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അബദ്ധചിന്തകളുടെയും അടിസ്ഥാനത്തിൽ പിശാചുക്കളെ പോലും ബഹിഷ്കരിക്കാൻ ശക്തിയുള്ളവരാണ് യേശു എന്ന ഒരു വിമോചന ദൗത്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടി ആയിരിക്കാം പിശാചുക്കളെ ഒഴിവാക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ മർക്കോസ് പരാമർശ വിഷയമാക്കാൻ ഇടവന്നത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തെ വിശുദ്ധ പത്രോസ് അലക്സാണ്ട്രിയയിലെ മെത്രാനായിട്ട്
അഭിഷേകം ചെയ്തു എന്നും ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ രക്തസാക്ഷിത്വം വരിക്കാൻ ഇടവന്നുവെന്നുമാണ് ഇന്ന് സഭയുടെ വിശ്വാസം. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം ഇറ്റലിയിലെ വെനീസ് പട്ടണത്തിൽ അതിബ്രഹ്മാണ്ഡമായിട്ടുള്ള ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള സ്ക്വയർ, മാക്കിയൻ സ്ക്വയർ എന്നുള്ളത് വെനീസിലെ വളരെ പ്രസിദ്ധമാണ്. ഇന്നും ഇറ്റലി കാണാൻ പോകുന്ന ആളുകള് മറക്കാതെ സന്ദർശിക്കാൻ ഇടവരുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ മർക്കോസിന്റെ ബസിലിക്കയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള മാക്കിയൻ സ്ക്വയറും. അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നാം അദ്ദേഹത്തിൽ നിന്ന് യേശുവിനെ പറ്റിയുള്ള ചിന്തകളും ആ ചിന്തകൾക്കനുസരിച്ചുള്ള ജീവിത സാക്ഷ്യവും ഏറ്റുവാങ്ങാൻ നമുക്ക് ശ്രമിക്കാം.